ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഒറാങ്ങുട്ടൻ എന്ന മൃഗത്തെ പറ്റിയാണ്. വൻകുരങ്ങളുടെ കൂട്ടത്തിൻ്റെ ഏഷ്യൻ ജനസിൽപ്പെട്ട ഒറാങ്ങുട്ടാൻ മാത്രമാണ് ഏഷ്യയിൽ ഇനി അവശേഷിക്കുന്നത്. മരങ്ങളുടെ മുകളിൽ ജീവിക്കുന്ന ഇവയ്ക്ക് മറ്റ് വൻകുരങ്ങളെക്കാൾ കൈകൾ നീളം കൂടുതൽ ഉണ്ട്. സസ്തനികളുടെ കൂട്ടത്തിൽ ഉന്നത ശ്രേണിയിൽപ്പെട്ട ഇവയ്ക്ക് കൂടുതൽ ബുദ്ധിശക്തി ഉള്ളതിനാൽ മരകഷ്ണങ്ങൾ ഉപയോഗിച്ച് ഉപകരണങ്ങൾ ഉണ്ടാക്കി ഉപയോഗിക്കാനും മരക്കൊമ്പുകളും ഇലകളും ഉപയോഗിച്ച് ഉറങ്ങാനായി കൂട്ടുണ്ടാക്കാനും അറിയാം. ആക്രമണ സ്വഭാവം ഇല്ലാത്ത ഇവ മിക്കപ്പോഴും ഭക്ഷണം തേടി ഏകാന്തമായി വൃക്ഷണ തലപ്പുകളിൽ അലയുകയാണ് പതിവ്. ഇവയുടെ രോമത്തിന് ചുവന്ന ചാരനിറമാണ്. മറ്റ് വൻ കുരങ്ങളുടെ രോമത്തിന് കറുപ്പ് നിറമാണ്. ഇന്തോനേഷ്യ, മലേഷ്യ എന്നിവിടങ്ങളിലെ സ്വദേശിയായിരുന്ന ഇവയെ ഇപ്പോൾ ബോർണിയോ, സുമാത്ര ദ്വീപുകളിലെ മഴക്കാടുകളിൽ മാത്രം കണ്ടുവരുന്നു. ഇവയുടെ ഫോസിലുകൾ ജാവ ദ്വീപ്, തായ്ലാൻഡ്, മലേഷ്യ, വിയറ്റ്നാം, ചൈന എന്നിവിടങ്ങളിൽ നിന്നും ലഭിച്ചിട്ടുണ്ട്. ഒരാനക് ഉഡാൻ എന്ന മലയൻ വാക്കുകളുടെ അർത്ഥം മനുഷ്യൻ, വനം എന്നാണ്. വനമനുഷ്യൻ എന്നാണ് ഇവയെ അവിടങ്ങളിൽ അറിയപ്പെടുന്നത്. വംശനാശ ഭീഷണി നേരിടുന്ന ബോർണിയൻ ഒറാങ്ങുട്ടൻ, സുമാത്രൻ ഒറാങ്ങുട്ടൻ എന്നീ രണ്ടിനങ്ങൾ മാത്രമാണ് ഇനി അവശേഷിക്കുന്നത്. 1.2 മുതൽ 1.5 മീറ്റർ വരെ പൊക്കമുള്ള ഇവയുടെ ഭാരം 33 മുതൽ 82 കിലോ വരെയാണ്. മനുഷ്യൻ്റെയും ഇവയുടെയും കൈകൾക്ക് വളരെ സാമ്യമുണ്ട്. കാൽവിരലുകൾ ഉപയോഗിച്ച് ഇവയ്ക്ക് കമ്പുകളിൽ പിടിക്കാൻ കഴിയും. മനുഷ്യനെ പോലെ കൈക്കാലുകൾ 5 വിരലുകൾ വീതമുണ്ട്. വലിയ തടിച്ച ശരീരം, വണ്ണമുള്ള കഴുത്ത്, നീളം കൂടിയ ബലമുള്ള കൈകൾ, നീളം കുറഞ്ഞ വളഞ്ഞ കാലുകൾ ഉള്ള ഇവയ്ക്ക് വാൽ ഇല്ല. ചുവപ്പും തവിട്ട് കലർന്ന നീണ്ട രോമങ്ങൾ കൊണ്ട് ശരീരം മൂടപ്പെട്ടിരിക്കും. സുമാത്രൻ ഇനത്തിന് രോമത്തിന് ഇളം നിറമാണ്. വലിയ തലയിൽ വലിയ വായ. ആണിൻ്റെ ചള്ളപ്പോളകൾ പ്രായമാകുമ്പോൾ വീണ്ടും വലുതാകും. ഇവയ്ക്ക് വനത്തിൽ ജീവിക്കുമ്പോൾ ആയുസ് 55 വർഷമാണ്. കൂട്ടിൽ ഇട്ട് വളർത്തുമ്പോൾ 60 വയസ്സ് വരെ ജീവിക്കാറുണ്ട്. ആണിനും പെണ്ണിനും ശബ്ദനാടയ്ക്ക് സമീപത്തായി തൊണ്ട ഉറകളുണ്ട്. ശബ്ദം വനത്തിൽ മുഴങ്ങി കേൾക്കാൻ ഇത് ആവശ്യമാണ്. മരങ്ങളുടെ മുകളിൽ ഏകാന്തമായി അലഞ്ഞു തിരിയുന്ന ഇവ ഉറങ്ങാനായി എല്ലാ ദിവസവും രാത്രിയിൽ കമ്പുകളും ഇരകളും കൊണ്ട് കൂടുണ്ടാക്കും. ഇണചേരുന്ന സമയത്ത് മാത്രമേ ആണിനെയും പെണ്ണിനെയും ഒരുമിച്ച് കാണാറുള്ളൂ. അമ്മമാർ 7-8 വർഷം കുഞ്ഞുങ്ങളെ കൂടെ നടക്കാറുണ്ട്. ആൽവർഗത്തിൽപ്പെട്ട വൃക്ഷങ്ങളുടെ പഴുത്ത കായകളാണ് ഇഷ്ടഭക്ഷണം. വൃക്ഷങ്ങളുടെ കുരുന്ന്, ഇല, തണ്ട്, തേൻ, കീടങ്ങൾ, പക്ഷിമുട്ട എന്നിവ ലഭ്യതയ്ക്കനുസരിച്ച് മാറി മാറി കഴിക്കും. ഭക്ഷണം കിട്ടാതെ വരുമ്പോൾ വൃക്ഷങ്ങളുടെ തടി വരെ ആഹാരമാക്കാറുണ്ട്. സ്ട്രൈച്ചിനിൻ വൃക്ഷത്തിൻ്റെ സാന്നിധ്യമുള്ള സ്ട്രൈച്ചിനോസ് ഗിനാറ്റിൽ എന്ന വള്ളിച്ചെടിയുടെ കായകൾ ഭക്ഷിച്ച് അവയുടെ വിതരണത്തിൽ സഹായിക്കുന്നു. കൂടുതൽ ഉമിനീർ ഇവ ഉൽപ്പാദിപ്പിക്കാറുണ്ട്. മണ്ണും പാറയും ഭക്ഷിക്കുന്ന സ്വഭാവം ഒറാങ്ങുട്ടന് ഉണ്ട്. ഭക്ഷണത്തിൽ ആവശ്യമുള്ള ധാതു ലവണങ്ങൾ ലഭിക്കുന്നതിന് വയറിളക്കത്തിന് പരിഹാരം, ഉള്ളിൽ ചെന്ന വിഷാംശങ്ങൾ വലിച്ചെടുക്കാൻ എന്നിവയ്ക്ക് വേണ്ടിയാണ് ഇവ കളിമണ്ണ് ഭക്ഷിക്കുന്നത് എന്ന് കരുതപ്പെടുന്നു. നീർവീഴ്ചയ്ക്ക് പരിഹാരമായി കൊമ്മലീന ജനസിൽപ്പെട്ട ചെടികളെ ഇവ ഉപയോഗിക്കാറുണ്ട്. പോൻഗോ പിഗ്മായി അസ് അബേലി എന്ന ഉപയിനം ഒറാങ്ങുട്ടന് സങ്കീർണമായ ഉപകരണങ്ങൾ ഉണ്ടാക്കി ഉപയോഗിക്കുന്നതിനും 1996 കണ്ടെത്തിയിരുന്നു. ഭക്ഷണം ശേഖരിക്കാനായി ഉപയോഗിക്കുന്ന ഈ ഉപകരണങ്ങളിൽ ചിലത് മരങ്ങളുടെ ഓടുകളിൽ നിന്നും കീടങ്ങളെ പിടിക്കുവാനും മറ്റ് ചിലത് കട്ടിത്തോടുള്ള ഫലങ്ങളുടെ ഉള്ളിൽ നിന്നും കുരുക്കൾ ശേഖരിക്കാനും വേണ്ടി ഉള്ളതാണ്. ചെയ്യേണ്ട ജോലിക്കനുസരിച്ച് ഉപകരണങ്ങൾ മാറ്റി ഉണ്ടാക്കാനും അവയ്ക്കറിയാം. ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു. സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ.